Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. ശരിയൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും ഞങ്ങൾ പഴയ പോലെ തന്നെയാണ് തെക്കേക്കരയും വടക്കേക്കരയും രണ്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും. പക്ഷേ ഉണ്ടോ ഇവിടെ? കാണിച്ചു തരാം. തെക്കേക്കര തെക്കേക്കര തട്ടട തട്ട ഹിയ ഹുവ തെക്കേക്കര തട്ടട തട്ട ഹിയ ഹുവ തെക്കേക്കര. ഇനി വിളിപ്പിക്കണ്ട അവരെ കൊണ്ട്. അയ്യോടാ, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്കേ വിളിക്കാൻ വയ്യ. ബായി ആർപ്പ് വിളിക്കുന്നതിലും കോപ്പിയടി വടക്കേക്കരക്കാര്. ഒരു മിനിറ്റ്, മണിക്കുട്ടി പാവം ഉറങ്ങിപ്പോയി. അതെ, മണിക്കുട്ടി വേണേ ചിരിപ്പിക്കാൻ ചേച്ചി. നമുക്ക് മണിക്കുട്ടി ആദ്യമേ അങ്ങ് ചിരിപ്പിച്ചേക്കാം. അപ്പൊ മണിക്കുട്ടി ഓണാവും. മണിക്കുട്ടി ഒന്ന് കാണിക്കടാ എന്റെ മണി. അങ്ങനെ മണിക്കുട്ടിയും ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ശ്വേത ചേച്ചി, റമാണി, നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടത്തിനെ സ്വാഗതം ചെയ്യാം. ടീം ഓംകാര. കൊല്ലത്ത് നിന്നാണ് ഇവർ വന്നിരിക്കുന്നത്. ഉഗ്രൻ ഡാൻസേഴ്സ് ആണ്. ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വൈൻഡപ്പിൽ കാണാം. അതിനു മുമ്പ് ചിരിക്കാൻ റെഡി ആണെങ്കിൽ ഒരു കിടുക്കാച്ചി സ്കിറ്റ് ആണ് വരാൻ പോകുന്നത്. ലാൽ ബാബു ചേട്ടനും ടീമുമാണ് വരാൻ പോകുന്നത്. കണ്ടാലോ? കാണാം. ഹലോ 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 പ്രിയരെ, എന്നും പുതുമകൾ മാത്രം കണ്ട നിങ്ങളുടെ മുമ്പിൽ സ്ഥലപ്പേരുകൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം കട്ടപ്പനയിലെ കൽക്കട്ട അഥവാ കൽക്കട്ടയിലെ കട്ടപ്പന. ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്റെ കാസർഗോഡ് ദൈവങ്ങളെ കാത്തോണി. ഇന്നും പതുപോലെ കിഴക്കേക്കോട്ട സൂര്യൻ അസ്തമിച്ചു. നല്ല വെയിലുണ്ട്. തുണി കൊണ്ട് ഉളംപാറയിൽ ഉണക്കാൻ തന്നെ ഉണങ്ങിക്കിട്ടും. മോളെന്താ കാണിച്ചത്? കോഴിക്കോട് തുറന്നിട്ടിരിക്കുന്നു. മേനകേ, ഓളെ മേനകേ. എന്താണച്ചാ? ഇത് കുടിക്കുവച്ചാ? എന്താ മോളെ ഇത്? ഇത് പുൽമേട്ടിൽ മേഞ്ഞു നടന്ന നമ്മുടെ വെള്ളനാടിന്റെ ഇടുക്കിയും പാലരുവിയും അടിവാരവും ഒക്കെ തേച്ച് കറന്നെടുത്ത നല്ല ഒന്നാം തരം കോട്ടയം പാല. കഴിക്കാനോ? മസ്കറ്റ് എടുക്കട്ടെ അച്ഛാ? മസ്കറ്റേക്കാളും എനിക്കിഷ്ടം ആലുവയല്ലേ. അങ്ങനെയാണെങ്കിൽ അച്ഛന് ഞാൻ നല്ല 2 കഷ്ണം ആലുവ എടുക്കട്ടെ? എടുക്ക് മോളെ, എടുക്ക്. കൊച്ചി എന്ത് പറ്റിയച്ചാ? തലപ്പേന്റെ നാടകമായത് കൊണ്ട് തുമ്മുമ്പോഴും അങ്ങനെ വരൂ. കൊച്ചി. അച്ഛാ, പുറത്തെ കവടിയാറിൽ കുളിച്ചോണ്ടാണ് തോന്നുന്നു. നല്ല ജലദോഷമുണ്ട്. അച്ഛാ, എനിക്കും ചെറുതായിട്ട് ജലദോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. അകത്ത് മുറിയിൽ പേരുക്കടയിൽ നിന്ന് വാങ്ങിച്ച മരുന്നിരിപ്പുണ്ട്. എടുത്ത് തലയിൽ തേക്കടി. തേക്കടി? ചെന്നൈ ചെന്നൈ. എന്താ മോളെ പുറത്തൊരു കഴക്കൂട്ടം? അത് മാർത്താണ്ഡത്തിന്റെയാ. എപ്പോഴും ആൾക്കാരുമായിട്ട് അങ്ങ് പള്ളുരുത്തിയ. എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച അവൻ മലബാറിൽ നിന്നും ഇറങ്ങി വരുന്നു. അതും അടിച്ച് പാമ്പാടിയായി. ശരിയാണച്ചാ. ഇന്നലെ മാർത്താണ്ഡത്തിന്റെ ചെന്നിത്തല ആരോ ഈ റോഡിലിട്ട് ഉരയ്ക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ടെന്തെങ്കിലും സംഭവിച്ചോ? അഞ്ചൽ പൊട്ടി. അഞ്ചൽ പൊട്ടി എന്ത് ചെയ്യുമെന്ന് പറ. അത് പോട്ടെ അച്ഛാ, അച്ഛന്റെ പൊൻമുടിയൊക്കെ നരച്ചു. ശരിയാ മക്കളെ, അച്ഛന്റെ പൊന്മുടി എല്ലാം നരച്ചു. അതുകൊണ്ട് നല്ലൊരു പയ്യന്നൂനെ കണ്ടുപിടിച്ച് എന്റെ മോളുടെ മംഗലാപുരം എത്രയും പെട്ടെന്ന് നടത്തറ. നടത്തറയോ? നടത്തറയല്ല, നടത്തണം. അച്ഛാ, കുറെ കാലമായി ഞാൻ ഇത് കേട്ട് കേട്ട് മടത്തറ. മടത്തറയോ? അല്ല, മടുത്തൂന്ന്. മോളിനെ അങ്ങനെ മടുക്കണ്ട. മോൾക്ക് നല്ലൊരു പയ്യന്നൂനെ കാണാൻ വേണ്ടി ഞാനൊരു ബ്രോക്കറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആരാണച്ചാ ബ്രോക്കർ? ബ്രോക്കർ അബു ദാബി. ഒരു കാര്യം ചെയ്, ഇവിടെ എല്ലാം നല്ല ചവറ തൂത്തുകുടിയാക്കി. ശരി അച്ഛാ, ഞാൻ തൂത്ത് വൃത്തിയാക്കാം. നടക്കട്ടെ.
നമോ വാഗമൺ. നാവായ കുളം. അമ്മച്ചി വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കടവൂരിൽ ഇറങ്ങി ചിന്നക്കട ചോദിച്ചപ്പോ അവർ ഈ പട്ടിക്കാട് കാണിച്ചു തന്നു. പിന്നെ എങ്ങനെയുണ്ട് കാലാവസ്ഥ ഇപ്പൊ പുറത്ത്? അയ്യോ ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് ഞാൻ ഇരിങ്ങാല കുടയുമായി ഇങ്ങോട്ട് പോന്നു. പിന്നെ പയ്യന്നൂരിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. നല്ല പയ്യനല്ലേ, അടിപൊളി പയ്യനാ. ആണോ? ആ. ഇതെന്താ ബാഗിൽ? ഈ ജാലിയൻ വാലാബാഗിൽ പയ്യനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ആണോ? കണ്ടിട്ടുണ്ട്. പയ്യൻ എന്താ ജോലി? തിരുമല. ആയുർവേദമാണല്ലേ? ആയുർവേദമാണ്. ഫുൾ ടൈം ഊട്ടിയില. ഊട്ടിയിലോ? ഡ്യൂട്ടിയിലാണെന്ന്. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു വർക്കലാന്ന്. വർക്കലയിലോ? വർക്കിലാണെന്ന്. ഓ, വർക്കിലാണെന്ന്. തിരക്കല്ലേ ഭയങ്കരം. പിന്നെ എന്റെ ഏറ്റുമാൻ ഒരു ആഗ്രഹമാണ് എന്റെ മോളെ ഒരു മംഗലാപുരം നടത്തണമെന്ന്. അതുകൊണ്ട് എനിക്കുള്ള സ്വത്തുക്കളെ കുറിച്ച് പറയാം. ഒരുപാടൊന്നുമില്ല, ആകപ്പാടെ ഉള്ള ഒരു തളിപ്പറമ്പാണ്. 1000 തെങ്ങുണ്ടെങ്കിലും 5 തെങ്ങിലേ ബലമുള്ളൂ. അല്ല അതെന്താ നിങ്ങൾ വളം ഇടാറില്ലേ? ഇടാറുണ്ട്, കോവളം. ആ, ഞാൻ കാണിച്ചു തരാം, നോക്കി നടക്കണം കേട്ടോ. അതെന്താ? അവിടെയൊക്കെ പത്തനംതിട്ട. അയ്യോ അയ്യോ, അച്ഛൻ ഭയങ്കര കാര്യമായിട്ടാണല്ലോ, മൊത്തം ധർമ്മണത്തിലായല്ലോ. കുട്ടിക്കാലം മുതൽ ഞാനും റിയാദിക്കയും തമ്മിൽ പ്രണയത്തിലാണെന്ന് അച്ഛൻ അറിഞ്ഞാൽ മൊത്തം കായംകുളമാകും. ഈ കാര്യവട്ടത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എനിക്ക് പേടികുളമാവുന്നു. പേടികുളം. എന്റെ റിയാദിക്ക. റിയാദിക്ക, എന്റെ മേനകെ, റിയാദിക്ക, നമ്മളെ ഇങ്ങനെ ആലങ്കോടായി നിൽക്കുന്നത് അച്ഛൻ എങ്ങാനും കണ്ടാൽ അച്ഛൻ അങ്കമാലിയാകും. എന്റെ അച്ഛൻ അങ്കമാലി ആയാൽ എനിക്ക് മാഞ്ഞാലിയാ, മാഞ്ഞാലി. കൂടിപ്പോയാൽ നിന്റെ അച്ഛൻ എന്റെ കണ്ണൂരും കയ്യൂരും വില്ലൂരും വെയ്യൂരും. പക്ഷേ നിന്റെ ഈ മുഖത്തല കാണുമ്പോൾ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല പെണ്ണേ. അച്ഛൻ എങ്ങനെ കണ്ടോണ്ട് വന്നാ നമ്മളെ മുഖത്തല ചേർത്തലയാക്കി ഇടിച്ച് ചപ്പാത്താക്കും. അതുകൊണ്ട് എങ്ങോട്ടാന്ന് വെച്ചാ ഓടനെ വട്ടം പൊക്കോ, അല്ലെങ്കിൽ റിയാദിക്ക കല്ലറയിലാവും. ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ. എന്താ? നിന്റെ അച്ഛൻ നമ്മുടെ ബന്ധത്തെ എതിർക്കുവാണെങ്കിൽ നമുക്ക് ഒളിച്ചോടാവടി. എന്നിട്ട് അങ്ങ് നാഗർകോവിലേക്ക് അവിടെ പോയി നമുക്ക് വേളി കഴിക്കാം. ഒച്ചുവേളിയല്ല, വേളി. വേളിക്ക് വെളുപ്പാങ്കാലം, താലിക്ക് കുരുത്തോല, കോടിക്ക് കഞ്ഞിനിലാവ്, സിന്ദൂരത്തിന് മൂവന്തി, കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം, മനം പോലെ മംഗല്യം. വേളിക്ക് വെളുപ്പാങ്കാൽ, പള്ളി. അത് ഞാൻ പറയാം അച്ഛാ. അഹമ്മദാബാദ് കുറച്ച് എന്താടാ വീട്ടിൽ കാര്യം? എന്താടാ ഈ വീട്ടിൽ കാര്യം? അച്ഛാ, ഞാനും റിയാദിക്കയും തമ്മിൽ പ്രണയത്തിലാണ് അച്ഛാ. മേനക ഞെട്ടി. നിന്റെ ഈ വാക്കുകൾ കേട്ട് മേനക ഞാൻ ഞെട്ടി. ഞങ്ങളുടെ പ്രണയം സത്യമംഗലമാണ്, സത്യമംഗലം. നിന്റെ സത്യമംഗലം ഞാൻ തീർത്തു തരാമടാ. എന്റെ കാനഡ, എന്റെ തേക്കടി, അച്ഛന്റെ കാലടികൾ എന്റെ മുട്ടൻ ദേശത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛന്റെ ഒറ്റ ഇടിയിൽ തന്നെ എന്നെ ഇടുക്കിയെല്ലാം തകർത്തച്ഛ. അയ്യോ, ഇങ്ങനെ ഇനി തല്ലിയ അദ്ദേഹത്തെ മണ്ണുത്തി മൂടേണ്ടി വരും, മണ്ണുത്തി മൂടേണ്ടി. എന്റെ കുതിരാൻ തകർന്നു. അച്ഛന്റെ തൃപ്പാദപുരത്തിൽ തൊട്ട് ഞാൻ ചോദിക്കാണ്, ഞങ്ങളോട് രണ്ടുപേരോടും അല്പം കരുനാഗപ്പള്ളി കാണിച്ചൂടെ? കാണിച്ചൂടെ? തുമ്മല് പോകുന്നില്ലല്ലോ.
എന്താ അസ്ഥാനത്ത് രോമാൻ? എന്ത് പറ്റി മോളെ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്ത് പറ്റി? എന്റെ വയറ്റിലയിൽ ഒരു കൊച്ചി ഉണ്ടച്ഛാ. വയറ്റിലൊരു കൊച്ചി. ആ കുഞ്ഞിന്റെ പിറവത്തിന് അച്ഛൻ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അരൂർ പാലത്തിൽ കയറി കൈയോട് കൈ ചേർത്ത് പിടിച്ച് ചാടി ചാത്തന്നൂരാകും അച്ഛാ, ചാടി ചാത്തന്നൂരാകും. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഇവരുടെ മുമ്പിൽ സൈലന്റ് വാലിയാകുന്ന നല്ലത്. അല്ലെങ്കിൽ എല്ലാ കുറ്റാലവും എന്നെ നെഞ്ചത്ത് വരും. മക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ മനസ്സ് കല്ലായി ഒന്നും അല്ല കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതാണ് ശ്രീകാര്യം. അച്ഛൻ പറയുന്നത് കാര്യായിട്ടാണോ? അതെ, കാര്യായിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യമായിട്ട്. സന്തോഷമായില്ലേ? എന്നാ പിന്നെ ഇവളെ കൈയും പിടിച്ച് എങ്ങോട്ടെങ്കിലും ഗോ. എന്നാ പിന്നെ വാ, ഒരുമിച്ച് പറയടാ. ഗോവ. കഴിഞ്ഞില്ല. ടാറ്റ ദുബായ്. ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടെ നിങ്ങൾ കേൾക്കണം. ഇത് കൊല്ലം. ഒരു പോളണ്ട് സ്കിറ്റ് ആയിരുന്നു. ഇതൊരു പോളണ്ട് സ്കിറ്റ് ആയിരുന്നു. ഈ ഒരു wanted to take a moment. കാരണം ഈ ഒരു പെർഫോമൻസിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി സെന്റൻസിൽ ഓരോ സ്ഥലം ഉണ്ടായിരുന്നു. അത് വെൽ അപ്രീഷിയേറ്റിംഗ് വണ്ണായിരുന്നു. അതുകൊണ്ട് ഈ പോളണ്ട് സ്കിറ്റ് കൊല്ലം. നമിച്ചു ഞാൻ. സൂപ്പർ ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി സ്ഥലങ്ങളുമായിട്ട് വീണ്ടും വരണം. എന്നിട്ട് ഒരു സ്ഥലം സെൻസർ ചെയ്ത് കേട്ടാ. ആ ഏതാ? അതേതാ? ആ സ്ഥലം ഏതാ? കോഴിക്കോട് സ്ഥലമാണ്. പയ്യോളി. അല്ല, പയ്യോളി എന്ന് പറയുന്നത് നമ്മുടെ PT ഉഷ മാമിന്റെ സ്ഥലമാണ്. അവിടെ നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ചേട്ടാ, ലാൽബാബു ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് എങ്ങനെ ഇത്ര ഓർത്തെടുത്തു? ഈ സ്ഥലപ്പേര് എങ്ങനെ ശരിക്കും പറഞ്ഞ ഇതേ ഞങ്ങൾ ഒരു 2 മണിക്കൂർ കൊണ്ട് പഠിച്ച സ്കിറ്റ്. ചോറ് കഴിച്ചതിന് ശേഷം ഞാൻ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇവര് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. 2 മണിക്കൂർ. അത് ഞെട്ടിച്ചു. അത് ഞങ്ങൾക്ക് ഭയങ്കര സ്കോട്ട്ലൻഡ് ആയി. ഞങ്ങൾക്ക് ഭയങ്കര സ്കോട്ട്ലൻഡ് ആയി. നിത്യാഭ്യാസി ആനയെടുക്കുന്നല്ലേ പറയുന്നത്. കാരണം എന്തുമാത്രം സ്കിറ്റുകളാണ് ഇവിടെ അവർ പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ അടിപൊളി. നമ്മുടെ ബെസ്റ്റ് ടീമാണ് ഇവര്. ഇത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഷോയിൽ മാത്രമേ ഇങ്ങനത്തെ പോളണ്ട് സ്കിറ്റുകൾ കിട്ടുള്ളൂ കേട്ടോ. അതത്രേ പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ എലിന പോളണ്ടല്ല, പൊള്ളാച്ചി. അപ്പൊ എങ്ങനെയാ ഹാലിസേ, ശ്രുതി, നമുക്ക് നമ്മുടെ ടീമിനെ ആദ്യം തന്നെ ഇറക്കിയാലോ? അത്രേ ഉള്ളൂ. ഇവരൊന്ന് കാണട്ടെ, കണ്ട് പഠിക്കട്ടെ പറ്റുവാണെങ്കിൽ അല്ലേ? ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും സെലക്ഷൻ ഒക്കെ ഒന്ന് നോക്കട്ടെ അവര്. കൂടുതൽ പറയണ്ട, ചിലപ്പോ അവിടുന്ന് കൗണ്ടേഴ്സ് വരും. സിമ്പിൾ ആയിട്ട് പറയാം. 2 പേരെ ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യുവാണ്. ഇതുവരെ ആരും കാണാത്തൊരു കോമ്പിനേഷൻ ആണ് ഞങ്ങൾ ഇവിടെ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്താവും അറിയത്തില്ല. സ്കിറ്റ് കാണാൻ റെഡി ആണെങ്കിൽ ചേച്ചി ആ ബാറ്ററി ഒന്ന് ഓൺ ചെയ്യാവോ ആദ്യം? ബാറ്ററി ഓൺ ആണ് എങ്കിൽ ആദ്യം ഞാൻ വിളിക്കുന്നത് അഞ്ജന ചേച്ചിയെ. പക്ഷെ അഞ്ജന ചേച്ചിയുടെ കൂടെ പെർഫോം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ ചുറ്റുമണിയായ സുബി. കോമ്പിനേഷൻ അല്ലേ? ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു കോമ്പോയിൽ കണ്ടിട്ടില്ല. അപ്പൊ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഞ്ജന ചേച്ചി ആൻഡ് സുബീഷ്. എന്റെ ദൈവമേ,
ശ്വേത ചേച്ചി ഈ പട്ടി പറഞ്ഞ പച്ചക്ക് തിന്നാനേ. പട്ടിയെ കുറ്റം പറയാനും ഒക്കത്തില്ല. ഒരു ഫുൾ സൈസ് ഫ്രെയിം ഇല്ലാത്ത എല്ല് നിൽക്കുന്ന കണ്ടാ പട്ടി വെറുതെ വിടുവോ? അടുപ്പ് കത്തുന്നുമില്ല. എന്റെ ദൈവമേ, ചുമക്കാനെങ്കിലും ഉള്ള ഒരു ചിരി ഉയിരെനിക്ക് തരണേ. ഒരു മെനകെട്ട മുതലാളി പുകയില്ലാത്ത അടുപ്പാന്ന് പറഞ്ഞ് പണിക്ക് വിളിച്ചോണ്ട് വന്നതാ എന്നെ ഇവിടെ. എന്നിട്ട് ഞാനിപ്പോ ഇവിടെ നിന്നു പുകയുവാ. ശ്വേത ചേച്ചി, നിങ്ങൾ എന്നോട് പറയണം, അങ്ങനെ ഇവിടെ എരിഞ്ഞു തീരാനുള്ളതാണോ എന്റെ ഈ ഓജസ്സും തേജസ്സും? കാര്യം ചേച്ചിക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ. സൗന്ദര്യത്തിന്റെ കാര്യം വരുമ്പം ഞാനും ശ്വേത ചേച്ചി ഒരേ ത്രാസിലാന്നല്ലോ. അസൂയ മൂത്ത് ആരും പോയി തൂക്കി നോക്കണ്ട. ശ്വേത ചേച്ചി വിഷമിക്കുന്ന കണ്ട എനിക്ക് സങ്കടം. മുതലാളി, മുതലാളി, നീയായിരുന്ന ഞാൻ ഓർത്ത് എന്റെ തലേന്ന് വീണ വിറക് ചുള്ളിയായിരിക്കും. എടീ, ഞാൻ ഈ ഹോട്ടലിന്റെ മുതലാളിയാണ്. എന്നെ കൊണ്ടാണ് നീ ഈ വിറക് മൊത്തം ചോമ്പിക്കുന്നത്. എനിക്ക് വേണ്ടി ഒരു കെട്ട് വിറകും തലയിൽ വെച്ച് നിൽക്കുന്ന മുതലാളിയെ കാണുമ്പം എനിക്ക് എന്തോ തോന്നിയെന്ന് പറയട്ടെ. പറയടി. 5 സ്റ്റാർ ഹോട്ടലിന്റെ ഗെറ്റപ്പും തട്ടുകടയുടെ സെറ്റപ്പും. ഇങ്ങനെ ഊണ് വെക്കാൻ ഉള്ള വിറക് റെഡി. അങ്ങനാണെങ്കിൽ ഊണ് റെഡി. വിറക് വരുന്നതിന് മുമ്പ് ഊണ് വെച്ചാടി നീ? ഇല്ല, നോക്ക്, ഊണ് റെഡി എന്നുള്ള ബോർഡ് റെഡി. മുതലാളി, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഗ്യാസ് തീർന്നപ്പോ നാട്ടിലുള്ള സകല ഹോട്ടലും അടച്ചു പൂട്ടി. ഈ മനുഷ്യൻ എന്തിനാ ഇതിങ്ങനെ 24 മണിക്കൂറും തുറന്നിട്ടേക്കുന്നേ? സംഭവം വെച്ചാലേ ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്കും ആഗ്രഹമുണ്ട് ഈ കട അടച്ചു പൂട്ടണമെന്ന്. പക്ഷെ ഇതിന്റെ താഴും താക്കോലും ഞാൻ എവിടെയോ കൊണ്ട് കളഞ്ഞു. ഞാൻ ഇതങ്ങനെ അടച്ചു പൂട്ടി. മുതലാളി തന്നെ. നീ എന്നെ മണ്ടാന്ന് വിളിക്കാതെ നീ പോയി അടുപ്പ് കത്തിക്കടി. ഇപ്പൊ ആള് വരും. അടുപ്പേലൂതാനോ? ഇവിടെ ഊണ് കഴിക്കാൻ. പിന്നെ വർത്താനം കേട്ടാ തോന്നി ഇവിടെ അങ്ങ് അണപൊട്ടി ഒഴുകുവാന്ന്. അങ്ങനെ എന്റെ ഹോട്ടലിനെ കളിയാക്കല് കേട്ടോ. എന്റെ അപ്പനപ്പൂമാരുടെ കാലം തൊട്ട് ഞങ്ങള് വലിയ ഹോട്ടലുകാരായിരുന്നു. അന്നേരം തലമുറയായിട്ട് നാട്ടുകാരെ ദ്രോഹിച്ച് അതും ഇതും പറയാൻ നിൽക്കാതെ പോയി ബീട്രൂട്ട് എടുത്ത് അരിയടി തോരന്. എവിടെ ഇരുന്ന് അരിയണം മുതലാളി? ഇവിടെ ഇരുന്ന് അരിയണം. ഇതിനകത്തൊക്കെ ഇരുന്ന് അരിഞ്ഞ മുതലാളിയുടെ വിരലും അതല്ലെന്ന്, അവിടെ പോയി മെനക്കിരുന്ന് അരിയാൻ. ഞാൻ എങ്ങനെ ഇത് അരിയണം മുതലാളി? കുനുകുനാന്നരിയണം. കുനുകുനാന്നരിയാൻ എനിക്ക് അറിഞ്ഞൂടാ മുതലാളി. ഇവളെന്നെ കുനുകുനാന്നരിയാൻ പഠിപ്പിക്കും. ഇന്ദുലേഖേ, ഇടത് കയ്യിൽ ബീട്രൂട്ട് എടുക്കുക, വലത് കയ്യിൽ കറിക്കത്തി എടുക്കുക, എന്നിട്ട് കുനുകുനാന്നരിയുക. എങ്ങനെ അരിയണം മുതലാളി? കുനുകുനെ ചെറു കുറുനിരകൾ ചുവടിടും കവിളുകളിൽ. കുനുകുനെ ചെറു കുറുനിരകൾ ചുവടിടും കവിളുകളിൽ. മുതലാളി, അരിഞ്ഞു കഴിഞ്ഞൊരു ഹാ വെച്ചത് എന്തിനാ? അത് ഞാൻ ബീട്രൂട്ട് തള്ളി ആ ബക്കറ്റ് ഇട്ടതാ. എറിഞ്ഞോണ്ട് ഇവിടെ നിന്നാ മതിയോ? സാമ്പാർ വെക്കണ്ടേ? സാമ്പാർ വെക്കണം. മുതലാളി, ഞാൻ വെക്കുന്ന സാമ്പാർ കൂട്ടിട്ടുണ്ടോ? എന്ത് രസമാണെന്നറിയോ? പക്ഷെ നീ വെക്കുന്ന രസത്തിൽ ആ സാമ്പാർ ഇല്ലോടി. കാര്യം കഷ്ണങ്ങളെ ഞാൻ അരിയുന്നുള്ളൂ. അരപ്പ് കൂട്ടുന്ന മുതലാളിയാണോ? കഷ്ണം അരിയുന്ന കാര്യം പറഞ്ഞപ്പോളാ. ഈയടി സാമ്പാറിന്റെ കഷ്ണം അരിയുമ്പോ എങ്ങനെ അറിയോ? ദേ, കത്തിരിക്ക ഈ നീളത്തി അരിയണം, വെണ്ടയ്ക്ക ഈ നീളത്തി അരിയണം, പടവലങ്ങ ഈ നീളത്തി അരിയണം. അങ്ങനെയാണെങ്കിൽ മുതലാളിയുടെ ഈ വിരൽ എനിക്ക് തരണം മുതലാളി. മുതലാളി ഇല്ലാത്തപ്പോ എനിക്ക് അളവ് തെറ്റത്തില്ല. മുതലാളി, ഇവിടെ വെച്ചിരുന്ന നെയ്യപ്പോ കവറും കൂടെ മുതലാളി എന്തോ ചെയ്ത്? അയ്യോ, അത് നെയ്യപ്പായിരുന്നോ? ഞാൻ ഓർത്ത് റബ്ബറിന്റെ ഒട്ടുപാല എന്നോർത്ത് കടയിൽ കൊണ്ട് വിൽക്കുകയും ചെയ്ത് 300 രൂപ മേടിച്ചു. ഒന്നോർത്ത് അത് നല്ലതാ. ഇവിടെ വരുന്ന കസ്റ്റമറും അത് തന്നെ പറയുന്നേ. ഇവിടുത്തെ നെയ്യപ്പത്തെക്കാളും നല്ലത് ഒട്ടുകറയാന്ന്. മുതലാളി, പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് അരി ഇടുമ്പോ ഒരു 10 കിലോ അരി കുറച്ചിട്ടാ മതി. എന്താ മുതലാളി? ഞാൻ ഇന്ന് മുതൽ ഡയറ്റിലാണ്. എന്നിട്ടാണോ മുതലാളി ഇവിടെ സണ്ടപ്പം മുഴുവൻ ഒറ്റ എരിപ്പിനെ തിന്നു തീർത്തത്? കണ്ടപ്പോ ഇടിയപ്പം. മുതലാളി പറഞ്ഞത് കേട്ടോ? ഇപ്പൊ ഞാൻ മുതലാളിക്ക് ഒരു ശല്യമാണ്. പണ്ടൊരു കർക്കിടക വാവ് ദിവസം പന്നിപ്പനി പിടിച്ച് പനിച്ച് വിറച്ച് ഇവിടെ കിടന്ന മുതലാളിയെ കാക്കയ്ക്കും പൂച്ചയ്ക്കും വിട്ടുകൊടുക്കാതെ ഞാൻ എന്റെ ഒക്കത്തെടുത്ത ആശുപത്രി കൊണ്ടുപോയ. എവിടെ ഇരുത്തി? ഞാൻ എന്റെ ഒക്കത്തെടുത്ത 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രി കൊണ്ടുപോയെ. എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ. എത്ര?
എങ്ങ കൊണ്ടുപോയില്ല, ഇവിടെ കിടന്ന് പാരസെറ്റമോള് കലക്കി തന്ന്. ആ അങ്ങനെ പറ, നീ അങ്ങനെ പറയടി. നീ എന്നെ കൊണ്ടു കടത്തി എന്നുള്ള കാര്യം നീ പറയില്ല കേട്ടോ. അല്ലെങ്കിലും മുതലാളിക്ക് ഇപ്പൊ എന്നോട് ഒരു സ്നേഹമില്ല. ഞാൻ പിണക്കവാ. എന്തിനാ ഞാൻ ഇന്നലെ നല്ല ഒന്നാന്തരം മഞ്ഞ ചുരിദാറൊക്കെ ഇട്ട് മുതലാളിയെ കാണിക്കാൻ ഒരുങ്ങി റെഡിയായി വന്നപ്പോ പുറത്ത് വാഴയ്ക്കപ്പ റെഡി എന്നുള്ള ബോർഡ് വെച്ചേക്കുന്ന ഈ മനുഷ്യൻ പിന്നെ ഒരു ഫിഗർ ചെയ്യുമ്പോ നമ്മൾ അതിന്റെ സപ്പോർട്ട് തരണ്ടാ. വലിയ സപ്പോർട്ടായി പോയി. അത് മാത്രോ, ഇന്ന് ഇത്രയും നേരമായിട്ട് ഞാനൊരു ആഹാരം കഴിച്ചിട്ടില്ല. ഈ ചില്ലലമാരക്കകത്ത് പുട്ടും ദോശ ഇഡലിയൊക്കെ വെച്ചിട്ട് ഒന്നുമില്ലെന്ന് മുതലാളി എന്നോട് കള്ളം പറഞ്ഞു. എടി മണ്ടി, അത് പുട്ടും ദോശയൊന്നും അല്ലെന്ന്. ഞാൻ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ആഹാരത്തിന്റെ ഫ്ലക്സ് അടിച്ചു വെച്ചേക്കുന്നു. അതല്ല, കാലത്ത് അതിന്ന് 2 ദോശ ഞാൻ എടുത്ത് തിന്നിട്ട് ഒരു രുചിയില്ലായിരുന്നു. ഓ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റ്. എന്താണ് ഇവിടെ ഒരു കരിഞ്ഞ മണം? അടുപ്പത്തിരുന്ന മീൻ കരിഞ്ഞു മുതലാളി. അതും കരിച്ചാടി നീ. എടുത്ത് കളയട്ടെ? വേണ്ട, ആ കരിമീൻ എടുത്തിട്ടേ പൊതിഞ്ഞ് നമുക്ക് അകിൽ കരിമീന് കൊടുക്കാം. അല്ല, അകിൽ കരിയൂരിന് കൊടുക്കാം. പുള്ളിയെ നമുക്ക് പറ്റിക്കാം. ചിരിക്കണ്ട, ഇന്നത്തെ ശമ്പളം കട്ടാണ്. മുതലാളി കട്ട് ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിലും എന്റെ മുതലാളി ശമ്പളം എന്നൊരു വാക്ക് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. എന്നാലേ ആ അടുപ്പ് പോയി ഊതിച്ചല്ലേ പോ. ജോലി ചെയ്യാൻ മാത്രം പറഞ്ഞൂടാ. മുതലാളി ഇങ്ങനൊക്കെ പറയുന്നു. ഇന്നലെ ഇവിടെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നൊരു കോടീശ്വരൻ എന്റെ മീൻകറി കൂട്ടിയിട്ട് മുതലാളിയുടെ വിസിറ്റിംഗ് കാർഡ് മാറ്റണ്ടാ പോയേക്കുന്നേ. അപ്പൊ ആ കോടീശ്വരനല്ലേ ഇന്നലെ രാത്രി തൊട്ട് വെളുക്കണ വരെ എന്റെ തന്തയ്ക്ക് ഫോണിൽ കൂടെ വരുന്ന കസ്റ്റമർ അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. മുതലാളി പറ, ഞാൻ വെക്കുന്നത് മുതലാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്തുവാ? നീ ഉണ്ടാക്കുന്ന 2 വിഭവമുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പച്ചടിയും കിച്ചടിയും ആയിരിക്കും. അല്ല, പച്ചവെള്ളം വാഴയിലേ. മുതലാളി എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ഈ പാചക വൈവിധ്യം ലോകം മുഴുവൻ അറിയിക്കാൻ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. മുതലാളി കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽബട്ടനും അടിക്കണം. നമ്മളെ ഇതിന്റെ ഫോണാണേ, ഇതിൽ യൂട്യൂബ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് പിടി, എനിക്ക് വേണ്ട. എടി നീ നോക്കിക്കാതെ പോയി അടുപ്പിലോതരി. അത് മാത്രം പറയല്ലേ മുതലാളി. അങ്ങനെ ഞാൻ ഈ പുകയ്ക്കുള്ളിൽ കിടന്ന് നീർ തീരേണ്ടവളല്ല. നാളെ ലോകം അറിയേണ്ട നല്ല ഒന്നാന്തരം ഒരു നർത്തകിയാ ചേച്ചി. നിന്റെയൊക്കെ നൃത്തം ഉണ്ടല്ലോടി, അതുണ്ടായത് തന്നെ ഈ അടുക്കളയെന്നാ. എങ്ങനെ? നിനക്ക് സംശയം ഉണ്ടാ? ഉണ്ട്. മ്യൂസിക് ഇടണ. ആദ്യം നമ്മൾ മച്ചിൽ നിന്ന് വിറകെടുക്കുക, ശേഷം അടുപ്പിലോട്ട് വെക്കുക. തീ കത്തിയ അപ്പൊ അരമണ്ഡലത്തിരുന്ന് ഊതുക. ഊതി കഴിയുമ്പോ 2 കഷ്ണം കനൽ നമ്മുടെ കാലെ വീഴും. പിന്നെ നമ്മൾ മാവെടുക്കുക, പരിപ്പെടുക്കുക, അത് രണ്ടും ചേർത്ത് പരത്തുക. ശേഷം എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ നല്ല ചൂട് പരിപ്പ് വട റെഡി. എടി ഇത് മാത്രമല്ലെന്ന്, നമ്മുടെയൊക്കെ നാടോടി നൃത്തമില്ലടി, അതും ഈ ഹോട്ടലിൽ നിന്നുണ്ടായടി. എന്നാ ഒന്ന് കാണുമല്ലേ? അടിയാ സംഭവം എന്ന് വെച്ചാലേ, അത് ഉച്ചയാകുമ്പോഴത്തേനും ഒരു 100 പേര് എന്റെ ഹോട്ടലിൽ ഇടിച്ചങ്ങ് വരും. അപ്പൊ ഞാൻ ഈ വിളമ്പം എടുക്കുന്ന സമയമുണ്ടല്ലോ, അതിൽ നിന്നാണ് ഈ നാടോടി നൃത്തം ഉണ്ടായത്. സംശയമുണ്ട്? സംശയമുണ്ട്. അതും മുതലാളി കാണിച്ചു തരാം. എന്നാ മ്യൂസിക് ഇടന്നാ. കളകളം പാടുന്ന പപ്പടം, ചേന പപ്പടം, മുളക് പപ്പടം, കുഞ്ഞ പപ്പടം, പിന്നെ കടുമുറ തിന്നുവാൻ മസാല പപ്പടം. പപ്പടം വേണമയ്യാ, പണ്ടാരത്തി മുത്തുലക്ഷ്മി. വെള്ളം തന്നടി. സൂപ്പർ മുതലാളി പൊളി. അയ്യോ, എന്തുപണിയാ? മുതലാളിയോട് ആര് പറഞ്ഞു അച്ചാറിടാൻ കൊണ്ടുവച്ചിരുന്ന വിനാഗിരി എടുത്ത് കുടിക്കാൻ? മുതലാളി എന്തിനാ മുതലാളി ടെൻഷൻ ആവുന്നേ? മുതലാളിയെ സ്പൂണിട്ട് ഇളക്കാതിരുന്ന 1 മാസം വരെ പൂപ്പല് കയറാതിരിക്കും. ഹലോ ഹലോ, താങ്ക് യു സാർ. എന്റെ കടയുടെ കാണാൻ പോയ കൂട്ടുണ്ടാക്കൂലേ, അത് കിട്ടിയെന്ന്. നീ ഇന്നലെ ഇവിടുന്ന് ഒരു തലക്കറി ഭാഷയായിട്ട് കൊടുത്തില്ലായിരുന്നു? പുള്ളിയുടെ ആ കറിക്കകത്തുണ്ടായിരുന്നു. നമ്മളിനി എന്തോ ചെയ്യും മുതലാളി? അവര് കൊണ്ടുപോയി കേസ് കൊടുക്കത്തില്ലയോ? ഇല്ലെന്ന്. ആ പുള്ളിക്ക് ആ പൂട്ടുണ്ടാക്കോലിട്ട് തലക്കറി ഒന്നോടെ വേണമെന്ന് ഒരു പ്ലേറ്റ് കൂടെ കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്ത് പുതിയൊരു ബോർഡ് വെക്കട്ടെ മുതലാളി? എന്ത്? പൂട്ടും താക്കോലും ഇട്ട തലക്കറി റെഡി.
ഇറക്കുമെന്ന് പറഞ്ഞാൽ ഇറക്കിയിരിക്കും വിത്ത് കൗണ്ടേഴ്സ്. തെക്കേക്കാർക്ക് നല്ല കഴിവാണ് കേട്ടാ. കഴിവുള്ളവരെ കൊണ്ടുവരാനുള്ള കഴിവ് അതെ, അതാണ് വേണ്ടത്. പക്ഷെ ഒരബദ്ധം ഏത് പോലീസുകാരും ഒരു പ്രാവശ്യം പറ്റുള്ളൂ. അത് ഒറ്റ പറ്റി. നിങ്ങൾ എത്ര എപ്പിസോഡ് കയ്യില്ലേ ചേച്ചി? ഡാൻസ് കൂടെ കാണണം ചേച്ചി ഞങ്ങളുടെ ചെക്കൻ്റെ. അല്ല, അതിനു മുമ്പേ സൂപ്പർ പെയറിംഗ്. അടിപൊളിയായിരുന്നു. സൂപ്പർ പെയറിംഗ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പറ്റി അത് നമുക്ക് തോന്നി ബാധിച്ചിട്ടില്ല. അതെ, നമുക്ക് ബാധിച്ചേ ഇല്ല. ബിക്കോസ് സൂപ്പർ, നിങ്ങളുടെ എല്ലാം എവറിത്തിങ് വാസ് ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കണ്ടത്. എന്തൊരു സൂപ്പർ ഡാൻസ് ആയിരുന്നു, സീരിയസ്ലി. യുനോ അഞ്ജനേന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താ പറയുക, അഞ്ജ ഫുൾ ബോഡി യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ ഒരു പാർട്ട്ണർ കിട്ടി, ഫുൾ ബോഡി യൂസ് ചെയ്യുന്നത്. ആര് പറഞ്ഞു എന്ത് വെയിറ്റ്, വാട്ട് ഈസ് വെയിറ്റ് ഇസ് ജസ്റ്റ് എ നമ്പർ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, എവറിത്തിങ് ഇസ് ജസ്റ്റ് എ നമ്പർ. We want to dance. ഇല്ല, ഡാൻസ്. സെക്കൻഡ് തമ്പം പപ്പടം പൊടി പപ്പടം എണ്ണയിൽ കളകളം പാടുന്ന പപ്പടം കണ്ണുള്ള പപ്പടം കവിളുള്ള പപ്പടം ആനപ്പപ്പടം തേങ്ങപ്പപ്പടം മുളക് പപ്പടം കുഞ്ഞ പപ്പടം പിന്നെ കറുമുറ തിന്നുവാൻ മസാല പപ്പടം പപ്പടം വേണമയ്യാ പണ്ടാരത്തി മുത്തുലക്ഷ്മി. എന്റെ ചേച്ചി ശരിക്കും ക്യാമറ തിരിച്ചായിരുന്നു വെക്കണ്ടേ ടു സീ ദ ഹോൾ ക്രൂ മെമ്പേഴ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ സുബീഷിന്റെ ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ പറയെങ്കിലും എന്നാ അടിപൊളിയുടെ ഡാൻസ് കളിക്കണേ. ചുട്ടുമണി തൂക്കി. അഞ്ജന പറയൂ, എന്താ പറയാനുള്ളത്? എന്റെ കൂടെ ആദ്യം വേറെ ആർട്ടിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പുള്ളി പെട്ടെന്ന് പോയതുകൊണ്ട് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടാണ് സുബീഷ് സ്ക്രിപ്റ്റ് പഠിച്ച് എന്റെ കൂടെ ജോയിൻ ചെയ്തത്. അഞ്ജന പറയൂ, കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റ് അല്ലേ ചോയ്സ്? നന്നായി പെർഫോം ചെയ്തില്ലേ? തീർച്ചയായിട്ടും. അതാണ് ഈ മണീന്റെ എല്ലാം ഡ്യൂട്ടി മാറ്റി ഇനി ആസ്വദിക്കാൻ പോണ മണിയായി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ബാറ്ററി എടുത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. നിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ അടിപൊളി, സൂപ്പർ. 38,000 rupees ആണ് നേടിയിരിക്കുന്നത്. ചേച്ചി ചൂടോടെ കൊടുത്തു. Okay, 38000. അങ്ങനെ ഞങ്ങളുടെ സ്കിറ്റ് എന്ന് പറയുന്നത് ഒരു എന്റർടൈനിങ് സ്കിറ്റ് ആയിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു, കൗണ്ടർ ഉണ്ടായിരുന്നു, ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പാചകം ഉണ്ടായിരുന്നു, വാചകം ഉണ്ടായിരുന്നു. അതിനാണ് സ്കിറ്റ് എന്ന് പറയുന്നത്. വെല്ലു വിളിച്ചാലോ? ഇതൊക്കെ മേലെ എന്തെങ്കിലും വെക്കാനുണ്ടെങ്കിൽ 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4. ഇതിന്റെ മേലിൽ വെക്കാൻ വേണ്ടി അടുത്ത സ്കിറ്റ് നമ്മൾ ഇറക്കും. 4 പേരുണ്ടോ അതില്? 4 പേരുണ്ടോ? 2 പേര് മതി, 4 പേരെ ഫലം ചെയ്യും. ഓ, എന്നാ കാണട്ടെ. നമുക്ക് ആരെ വിളിക്കേണ്ട? നമ്മൾ ഇറക്കാൻ പോകുന്നത് കൃഷ്ണരാജിനെയും ആരിഫിനെയാണ്. അല്ല, അത് ബാറ്ററി ഓൺ ചെയ്യണോ? ഞങ്ങള് ബാറ്ററി ഓൺ ചെയ്യണം. പിന്നെ ബാറ്ററി ചൂടായിട്ട് എന്നെ കുറ്റം പറയും. എന്റെ ദൈവമേ. ചേച്ചി ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തേക്ക്. ബാറ്ററി ഓൺ ആണ്. ഞാൻ പൊക്കോട്ടെ? സ്കിറ്റ് റെഡി അല്ലേ? പിന്നെ വിളിക്കടാ ടീമിനെ. ഒറ്റ ഒരുത്തൻ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. എന്റെ വിഷമങ്ങളൊക്കെ ഞാൻ ആരോട് പറയും? അണ്ണാ, അണ്ണന്റെ വിഷമം കേൾക്കാൻ ഞാൻ ഉണ്ടെണ്ണ. വലിയ വയറും ഓട്ടയുള്ള വായുവായിട്ട് എന്നും അണ്ണന്റെ കൂടെ ഉണ്ടാവും. നീ ഏതടാ? അയ്യോ, കയറ്റി ഒഴിച്ചല്ലെണ്ണ. എന്റെ ചങ്ക് കത്താനായിട്ട് ഒഴിച്ചു വെച്ചാടാ. ഓ, നിങ്ങളെ വിഷമം പറയാം. എന്റെ വിഷമം കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. എന്റെ ജീവിതവും ബിസിനസ്സും ഒക്കെ തകർന്നടാ. ഞാൻ ആത്മഹത്യയുടെ വക്കില. സെയിം പിച്ച്. നിന്റെ ബിസിനസ്സും ഒക്കെ തകർന്ന? പൊട്ടി പാളീസായില്ലേ? എന്തൊരു ബിസിനസ് തുടങ്ങിയത്? ഞാനാ മീന്റെ പരിപാടി. നല്ല പരിപാടിയല്ലേ ഇത്? ഓ, കുറെ കരിമീൻ കുഞ്ഞുങ്ങളെ മാറ്റിട്ട് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലെ തോട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഞാൻ തീറ്റ ഇട്ട് കൊടുത്ത് തീറ്റ എടുത്ത് കൊടുത്തിട്ട് അത് നാട്ടുകാർക്ക് തീറ്റയായി. പൊട്ടിപ്പോയി. ഓ, കറിക്ക് പോലും ഒരെണ്ണം കിട്ടിയില്ല. അണ്ണാ, നിങ്ങളുടെ ബിസിനസ് പറയും. പറയണ്ടേ. ഞാൻ ആദ്യം ഒരു പപ്പട കട തുടങ്ങി.
അയ്യേ പൊടിയണ പരിപാടി ആദ്യം ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, അതെ വിചാരിച്ച പോലെ അങ്ങോട്ട് പൊങ്ങിയില്ല. എണ്ണ ചൂടാവാത്തോണ്ട്. പപ്പടമല്ലടാ, ബിസിനസ് പൊങ്ങിയില്ലെന്ന്. ഓ അങ്ങനെ അങ്ങനെ അങ്ങനെ. വേറെ എന്തുവാ, ഞാൻ പിന്നെ ഈ പപ്പടം എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ബിസിനസ് പൂത്തുലയണേന്ന് വിചാരിച്ചൊരു ബേക്കറി തുടങ്ങി. പൂത്തുലഞ്ഞാ? ആ ബേക്കറിയിലെ ലഡുവും ജിലേബി എല്ലാം അതുപോലെ കഷ്ടമായി പോട്ടാ. അതിന്റെ ക്ഷീണത്തിലേ ഞാൻ വീണ്ടും പൂക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു ചെടിയുടെ നഴ്സറി തുടങ്ങി. എന്നിട്ട് ഒരൊറ്റ ചെടി പൂത്തില്ല. ഓ അങ്ങനെ അങ്ങനെ. അണ്ണാ ഇതുപോലത്തെ പരിപാടിയൊന്നും തുടങ്ങല്ലേ അണ്ണാ. ഈ ന്യൂജം പിള്ളേരെ പിടിക്കുന്ന പരിപാടി എന്തെങ്കിലും തുടങ്ങണമായിരുന്നു. അത് നോക്കിയിടേ ഞാനങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. സൂപ്പർ പരിപാടിയല്ലേ അണ്ണാ. യൂട്യൂബ് ചാനൽ കൊണ്ട് എത്ര എണ്ണോന്നറിയാം പൈസ ഉണ്ടാക്കണം. ആ ആലിസ, മറ്റേ ശ്രുതിയ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ 5-10 ലക്ഷമൊക്കെ സബ്സ്ക്രൈബേഴ്സും കൊണ്ട് നടക്കണത്. അവരുടെ കാര്യം നോക്കിക്കോട്ടെ, ഞാൻ എന്റെ കാര്യം പറയാം. എന്റെ ഒരു മാമനുണ്ട് കേട്ടോ, പുള്ളിക്ക് ഇതിനെ കുറിച്ച് നല്ല ഗ്രാഹ്യ. പുള്ളിയുടെ നല്ല കണ്ടന്റ് ഉണ്ട്. അത് കാണുമല്ലോ. നീ പുള്ളിയുടെ കണ്ടന്റ് കണ്ടുണ്ടോ? അണ്ണാ നിങ്ങളെ 2 പെഗ് വാച്ച് അടിച്ചെന്ന് പറഞ്ഞ നിങ്ങളെ മാമന്റെ കണ്ടന്റ് ഒന്നും എനിക്ക് കാണാൻ. ഒന്നൊന്നര കണ്ടന്റ് ആടാ. എന്നും വെച്ച് ഞാൻ പോയി കാണണോ അണ്ണാ? നീ എന്താ ഉദ്ദേശിച്ചാ? യൂട്യൂബ് കണ്ടന്റ് കാര്യമാണ് ഞാൻ പറഞ്ഞ. യൂട്യൂബ് ആയിരുന്ന കട്ടായി പോയണ്ണ. ഈ യൂട്യൂബ് കണ്ടന്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ? ഒരു പ്രയോജനവും. പിന്നെ അതിൽ തൂങ്ങി കിടക്കണ എന്തിനാ പറഞ്ഞിട്ട് നിങ്ങളെ വീട്ടുകാരെ കുറിച്ച് പറയും. വീട്ടുകാരെ കാര്യം ആലോചിക്കുമ്പോ എനിക്കങ്ങ് വിഷമമാടാ. അണ്ണാ നിങ്ങളെ വിഷമം എന്റെ വിഷമമാണ്. ജോ എടുത്ത് ഇത് പോയി. അണ്ണാ നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല അണ്ണാ. നീ ഒരു കാര്യം ചെയ്യ, എനിക്കൊരു 30 വിഷമം ഒഴി. അണ്ണാ ഇത്ര വിഷമം മതി അണ്ണാ. കുറച്ച് വിഷമം, നല്ല വിഷമം ഉണ്ടായിരിക്കും. ഇതിൽ കൂടുതൽ വിഷമം വേണോ അണ്ണാ? ഞെടി അണ്ണാ ഇത്ര വിഷമൊന്നും കൊണ്ടു കിടക്കല്ലേ അണ്ണാ, മുതലാവൂല. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാ ഈ സോഡ പോലെ. സോഡ പോലെ? ആ നിന്റെ ഗ്യാസ് തീർന്നവന്റെ പച്ച വെള്ളമല്ലേ ഇവിടെ. ഓ പുല്ല് വന്ന് ഇരുന്നും പോയി. ഞാനേ എന്റെ മാമന്റെ മോളെ കല്യാണം കഴിച്ച്. മറ്റേ കണ്ടന്റ് മാമനാ? കണ്ടന്റ് മാമനല്ലേ, വീട്ടിനടുത്തുള്ള കണ്ടത്തിലെ മാമൻ. ഫാമിലി മൊത്തം മാമന്മാരാണ്. നീ എന്ത് ഉദ്ദേശിച്ചത്? അങ്കിൾ അങ്കിൾ അങ്കിൾ. നല്ല അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിലേ നല്ല മാമന്മാരെ കിട്ടും. നിനക്ക് മാമനുണ്ടോ? എനിക്കൊന്നുമില്ല. 30 വിഷമം ഒഴിച്ച് കഴിക്കും. എന്റെ ഭാര്യ ഉണ്ടല്ലോ, മാമന്റെ മോള്, അവക്ക് ഭയങ്കര സംശയോടെ. എന്തിനാണ്? എന്റെ വീടിന്റെ തൊട്ടടുത്ത ശീല ചേച്ചിയുടെ വീട്. ശീല ചേച്ചി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. ശീല ചേച്ചി ഞാനും ഒക്കെ നല്ല സഹകരണ കൊച്ചുനാള് മുതല്. കാണും കാണും കാണും. ഇപ്പൊ എന്റെ ഭാര്യക്കൊക്കെ സംശയമാ ഞാനും ശീല ചേച്ചിയായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന്. അത് മോശമായിപ്പോ. അത് ശരിയല്ല അണ്ണ. ശരിയാണ്, ചെറിയ ബന്ധമുണ്ട്. അപ്പൊ നിങ്ങളെ നാട്ടിലെ പപ്പുമോൻ നിങ്ങളാണല്ലേ? ശോര ചേച്ചിക്ക് ഒരു പപ്പുമോനുണ്ട്. അപ്പൊ ശീല ചേച്ചിയുടെ പപ്പുമോൻ അണ്ണനായിരിക്കും അല്ലേ? അവിടെ അതൊന്നുമല്ല. ഞാൻ ഈ സംശയം കാരണം ഉണ്ടല്ലോ, അവിടുന്ന് വീടങ്ങ് മാറി. ഭാര്യയായിട്ടാ? ഇല്ല, ശീല ചേച്ചിയായിട്ട്. ഇപ്പൊ അവക്ക് സംശയോടാ. ഭാര്യ? ഇല്ല, ശീല ചേച്ചി. എന്തിന്? ഞാനും എന്റെ ഭാര്യയായിട്ട് എന്തോ ബന്ധമുണ്ട്. അണ്ണാ ദൃശ്യം സീരിയസിൽ പോലും ഇത്രയും ട്വിസ്റ്റ് ഇല്ല. ഞാനല്ല ഇതിന്റെ നടുക്ക് കിടന്ന് ഞാനങ്ങ് അനുഭവിക്കുകയാടാ. ഓ ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് കിടന്ന വല്ലാത്ത അനുഭവമായിരിക്കും. നിനക്ക് മനസ്സിലായില്ലേ? അത് കണക്ക് കിടന്നങ്ങ് അനുഭവിക്കുക. എനിക്ക് ആത്മഹത്യ ചെയ്യണം. അണ്ണാ നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്തോളി. ഇവർ രണ്ടുപേരും കേസ് ഞാൻ ഏറ്റി. എന്റെ വായിന്ന് വല്ലതും വീണായിരുന്നു. നിന്റെ വായിന്നൊന്നും വീണില്ല, 2 എണ്ണം നിന്റെ വായിലോട്ട് പോയി, 2 പെഗ്. അതിന്റെ ഞാൻ സീരിയസ് ആയിട്ട് പറയുക, എനിക്ക് ആത്മഹത്യ ചെയ്യണം. അടാ നിങ്ങൾ എങ്ങനെയാണ് ആത്മഹത്യ നോക്കിയത്? ഞാൻ ആത്മഹത്യ തീരുമാനിക്കുന്നതേ കഴുത്തി കയറൊക്കെ കെട്ടി വാരി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു. കഴുത്തിൽ കയറ് കെട്ടി ഫാനിൽ തൂങ്ങി മരിക്കാൻ? അണ്ണാ നാക്കൊക്കെ വെളിയിലോട്ട് ചാടി കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി ഇത്രയില്ല അകത്തോട്ടിട്. എന്നിട്ട് നിങ്ങളെ എടുത്തോണ്ട് വന്ന് വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടത്തും. ഈ പാക്കറ്റ് പൊട്ടിയ അച്ചാർ പോലത്തെ ഐറ്റം കണ്ടിട്ട് നിങ്ങൾ എന്നെ പറയും അയ്യോ മ്ലേച്ചോ. വേണ്ട വേണ്ട, ഒരു കാര്യം ചെയ്യ്, വിഷം കഴിച്ച് മരിച്ചാലോ? സൂപ്പർ ഐഡിയ. പക്ഷെ മരിക്കണം. മരിച്ചില്ലെങ്കിലോ? നമ്മളെ വീട്ടിന്റെ അയൽവക്കം ഒരു പയ്യനുണ്ട്. അവ ഇതുപോലെ വിഷം അടിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് എന്റെ പൊന്നെ കാല് രണ്ടും ഇങ്ങനെ വികസിച്ചു വെക്കും. എന്നിട്ട് 1.5 ഇഞ്ചിന്റെ പൈപ്പ് ഉണ്ടല്ലേ, ഗ്ലൗസ് ഇട്ട കൈയിട്ട് കുത്തി അങ്ങ് കയറ്റും. 1.5 ഫോഴ്സിന്റെ മോട്ടർ ഉണ്ടല്ലോ,
അതിട്ടായിരിക്കും ആ പൈപ്പിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അടിക്കണത്. അയ്യോ ഏതൊക്കെ സൈഡിൽ കൂടെ കേറി പോകുന്നു ഒരു പിടുത്തവും ഇല്ല. അയ്യേ അണ്ണാ, ഈ ആത്മഹത്യ എന്നൊക്കെ പറയണതേ ഭയങ്കര വേദനയാണ്. എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന തന്നെ ഭയങ്കര വേദന തന്നല്ലേ അണ്ണാ? ഓ, നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടണ സാധനമല്ല അണ്ണാ. ഞാൻ എന്തൊരു ചെയ്യൂടെ? ഇനി വരി ശരി. നിങ്ങളെ ഫോണിൽ അലാറം ഉണ്ടോ? ഉണ്ട്. രാവിലെ ഒരു 5:30 മണിയിൽ സെറ്റ് ചെയ്യണം, എഴുതിക്കണം. കുളിച്ച് കുട്ടപ്പനായിട്ട് ഒരു വാഴയില ഇങ്ങനെ വെട്ടിവെക്കണം, കുറച്ച് ചോറിടണം, കുറച്ച് അച്ചാർ, കുറച്ച് ചമ്മന്തി, കുറച്ച് ഇടിച്ചക്കത്തോരൻ, ഒരു മുട്ട പൊരിച്ചതൂടെ അതിന്റെ കൂടെ വെച്ചാൽ നന്നായിരുന്നു. അതുകൂടെ വെച്ച് ബാഗിനകത്ത് വെക്കണം. എന്നിട്ട് പണിക്ക് പാടണ ആത്മഹത്യ ചെയ്യാൻ പോണം. ആത്മഹത്യ അവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരാ കുടിച്ച് നാട്ടുകാർക്കും കൊള്ളൂല, വീട്ടുകാർക്കും കൊള്ളൂല. അവൻ കിളട്ട് കുടിക്കാരെ അവൻ നന്നാക്കണം. അവൻ ഇവിടെ പോടാ വീട്ടിൽ. നിനക്ക് വല്ല പണിയുണ്ടോ? എനിക്കൊന്നുമില്ല, ഇതൊക്കെ തന്നെ. സൈസണ്ണ, നിങ്ങളെ മോൻ കണ്ടാ അറിയാം എന്തോ ഒരു വിഷമം ഉണ്ടെന്ന്. അവന്റെ ഒരു ഉപദേശം എന്റെ വാവല്ലാതെ വരും. എന്റെ വിഷമം ഞാൻ ആരോട് പറയൂടെ? അണ്ണന്റെ വിഷമം എന്നോട് പറയണം. ഒരു 90 വഴി. നീ ഏതാടെ? അണ്ണന്റെ മുഖം കാണാൻ പറയണ നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് അണ്ണാ ശീല ചേച്ചിയുടെ കഥ ഒന്ന് പറഞ്ഞാ. ഈ സ്കിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സാധനത്തിന്റെ മറ്റേ പൊളിച്ചു മാറ്റില്ല. അതായത് സിമ്പിൾ ആയിട്ട് ഇരുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് ക്ലാസിക് പ്ലേ. നല്ലതായിരുന്നു. ഓട്ടത്തിന് ചാട്ടത്തിന് ഒരു ആവശ്യം, 2 കസര പറക്കി എടുത്തു, ഒരു കുപ്പി എടുത്തു, 2 ഗ്ലാസ് എടുത്ത് വയ്ക്കുന്നു, അടിച്ചിട്ട് കാര്യം പറഞ്ഞു പോകുന്നു. ചേച്ചി കൃഷ്ണരാജ്, ഞാൻ ലാസ്റ്റ് ടൈം നിങ്ങളുടെ ഈ ഒരു ഡയലോഗ് ഡെലിവറി ശൈലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര സിമ്പിളാണ്. അതേ രീതിയിൽ തന്നെ അതെനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്. അതേ രീതിയിൽ നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്ത ആരിഫ് സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. ആരിഫ് ഭയങ്കര നല്ല ഫ്രണ്ടാണെങ്കിൽ ഫ്രണ്ടാണ്, ദുഷ്മനാണെങ്കിൽ ദുഷ്മനാണ്, യുനോ. പക്ഷെ എല്ലാം കിട്ടണ സാധനം എല്ലാം അങ്ങനെ വാങ്ങി എല്ലാം വിഴുങ്ങി എല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് അടുത്ത ടേബിളിലേക്ക് പോകും. അത് ഭയങ്കര ക്യൂട്ട്, നല്ല ആശയായിരുന്നു. പക്ഷെ നമ്മളുടെ മറ്റേ ചേട്ടൻ ശ്യാമേട്ടൻ വന്നപ്പോഴാണ് അതൊരു സർപ്രൈസ് ആയത്. അത് നല്ലൊരു ട്വിസ്റ്റ് ആയിരുന്നു. സൂപ്പർ, നല്ല ഒരു പെർഫോമൻസ് നിങ്ങൾ രണ്ടുപേരും. ഈ നാച്ചുറൽ ആയിട്ട് ഞങ്ങളെ ചിരിപ്പിച്ചതിനുള്ള ആ നാച്ചുറൽ ആയിട്ടുള്ള ബാറ്ററി ചാർജ് നമുക്കിനി കാണാം അല്ലേ? ബാ. പറന്നിറങ്ങേണ്ട ചുറ്റി ചുറ്റി പല ചുരി രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. 25,000 rupees. യെസ്, ചൂട് അവര് നേരെ പോട്ടെ ചേച്ചി, അവരുടെ വിഷമമൊക്കെ തീർക്കാൻ വേണ്ടി. വേണ്ട, ഇനി വിഷമൊന്നുമില്ല. അല്ല, ഇതിപ്പോ സന്തോഷമാണല്ലോ. അതെ, ഇത് ഇനി സന്തോഷം മാത്രമേ ഉള്ളൂ. 25. ഗുഡ് ജോബ്, വെൽ അപ്രീഷിയേറ്റിംഗ് വൺ. നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ. അതെ, ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ സന്തോഷം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. സ്കിറ്റിലെ ഒരു എപ്പിസോഡായിരുന്നു. അങ്ങനെ എപ്പിസോഡിൽ പെർഫോം ചെയ്ത് സ്കിറ്റുകൾ പെർഫോം ചെയ്യുന്ന നമ്മുടെ 2 ടീംസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിന്ന് അറിയാൻ പോകുന്നത് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, അതോടൊപ്പം തന്നെ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരാന്നുള്ളതാണ്. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഞാൻ അവിടെ വന്നിട്ട് പറഞ്ഞാലോ? അല്ലേ, വായോ. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവർക്കും എന്റെ തീരുമാനം ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നമ്മളെ ചുറ്റുമണി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അവസാന റൗണ്ടിൽ ആ ഡാൻസിലാണ് നമ്മുടെ സുട്ടുമണി ഈ അവാർഡിന് അർഹനായത്. അല്ല, അങ്ങനെ പറയരുത്. അവരുടെ ഡാൻസിലാണ് ഞാൻ വീണു പോയത്. ചേച്ചി ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള സമയമായിരിക്കാണ്. സോ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരാന്നുള്ളത് പറയേണ്ടത്. ഓക്കെ, അപ്പൊ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്, കൃഷ്ണരാജ് ആൻഡ് ആരിഫ്. വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് goes to കൃഷ്ണരാജ് ആൻഡ് ആരിഫ്.
Yes, ഇനി നമ്മൾ എല്ലാവരും കാത്തിരുന്ന മൊമെന്റിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ചേച്ചി, നമ്മളെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത ഓംകാര ടീം, അവരുടെ പെർഫോമൻസ് ആണ് ഞങ്ങൾക്ക് ഇനി കാണേണ്ടത്. ഈ എപ്പിസോഡ് ത്രൂ ഔട്ട് നിങ്ങളുടെ എനർജി ഗംഭീരമായിരുന്നു. അതായത് ചിരിക്കാനാണെങ്കിലും കൈയടിക്കാനാണെങ്കിലും കൂവാനാണെങ്കിലും കട്ടയ്ക്ക് നിന്നൊരു ടീമായിരുന്നു ഓംകാര ടീം. അപ്പൊ എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ് ഇതൊക്കെ മേലെ ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഇനി അതൊന്ന് കാണണം. ഓക്കെ, റെഡിയാണോ? ലെറ്റ്സ് വെൽക്കം ടീം ഓംകാര. ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന്, നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ. മണ്ണാന്ന് മണ്ണാന്ന് പൊന്ന് വിളയണ മണ്ണാന്ന്, പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ കണ്ടിര കണ്ടാരോ. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ കണ്ടിര കണ്ടാരോ. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. ചെണ്ടയും പൂക്കുറുങ്കുഴലും താളമായല്ലോ, വളക്കിലക്കി തളക്കിലക്കി കിളിയാട്ടില്ലേ, ഞങ്ങൾ കനക കതിർ മണി നീട്ടാൻ കാവൽ നിന്നില്ലേ. കുമിര കുമിര കുടി കൊട്ടിന തകിട തകിട തകതിത്തന തറ 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 ഇളക്കി തല ഇളക്കി മുടിയാട്ടി. ഉയിരിൻ ഉയിരെ പാടൂ നമ്മളൊന്നല്ലേ, കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന്, നേരാന്നേ നേരാന്നേ കൂട്ടിനു വന്നതവനാന്നേ. നമ്മള് തുടി കൊട്ടി അടിവെച്ച് താളമിട്ടില്ലേ, തട്ടുടുത്ത് ഞൊറിയിട്ട് കുറിയിട്ടോര് ഒന്നു വട്ടമിട്ട് കൈ കൊട്ടി പൂപ്പൊലി പാടാം. കുമിര കുമിര കുടി കൊട്ടിന തകിട തകിട തകതിത്തന തെലുന്ത് തെലുന്ത് വിള വിളങ്ങി പറ 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 കൊട്ടട. ഉയിരിൻ ഉയിരെ പാടൂ നമ്മളൊന്നല്ലേ, കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന്, നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ. മണ്ണാന്ന് മണ്ണാന്ന് പൊന്ന് വിളയണ മണ്ണാന്ന്, പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ. പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ. ടീം ഓംകാര കിട്ടില്ല
പെർഫോമൻസ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. കാലക്ക് കാട് വറുത്തു, അടിപൊളി. കണ്ടില്ലേ? ഞാൻ കരിയേപ്പില ഇടാൻ മറന്നുപോയി. പറയാത്തത് ഞാൻ കരിയേപ്പില ഇടാൻ മറന്നുപോയി. അടുത്ത പ്രാവശ്യം കരിയേപ്പില. അല്ല ഒരു കാര്യം പറഞ്ഞുതരാം. ഈ നമ്മള് സ്റ്റിക്ക് ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞാല് ഒന്നാണെങ്കിൽ ഈ ഡിസ്റ്റൻസിന്റെ ജഡ്ജ്മെന്റ് വേണം, പിന്നെ പാർട്ട്ണർഷിപ്പിന്റെ കോർഡിനേഷൻ വേണം, പിന്നെ എവിടെയോ അറിയോ അറിയാതെ നമ്മുടെ തേർഡ് ആയി എപ്പോഴും ഇങ്ങനെ നോക്കണം. സൈഡ് വേസ് എല്ലാം സൂപ്പർലി നന്നായി റിഹേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആൻഡ് യുനോ സോ ബ്യൂട്ടിഫുൾ. ചിരിച്ചും കളിച്ചും എല്ലാ രീതിയിലും ഭയങ്കര ഒരു ഓളുണ്ടാക്കി. താങ്ക് യു സോ മച്ച്. എല്ലാരും ബ്യൂട്ടിഫുൾ ഗേൾസ് ആയിരുന്നു. നിങ്ങളൊക്കെ എന്ത് പഠിക്കുക? ഏത് ക്ലാസ്സിലാ? ഞങ്ങൾ എല്ലാ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരും ഉണ്ട്. 8th മുതൽ വീട്ടമ്മമാരായിട്ടുള്ളവർ വരെയുള്ള ഒരു ഗ്രൂപ്പാണ്. 8th എന്നല്ല, ഞങ്ങൾക്ക് ആക്ച്വലി കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ 20 മിനിറ്റ് പ്രോഗ്രാം, ദെൻ കൊച്ചുങ്ങളെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ട്. അവരായിട്ട് തുടങ്ങി വെച്ചതാണ്, ആക്ച്വലി വീട്ടമ്മമാരായിട്ട് തുടങ്ങി വെച്ചതാണ്. ഇനിയും നിങ്ങളെ ടീം വലുതാവട്ടെ, പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അതെ, ഓംകാരാണ് കോർഡിനേറ്ററിനെ ഒന്ന് സ്റ്റേജിലേക്ക്. പേര് പറഞ്ഞു. ബാലരമ്യ, ബാലമിത്ര, ബാലരമ. ഇനി കളിക്കൊടുക്കുന്നുണ്ടോ? ഞങ്ങളുടെ ടീമിന്റെ ബാക്ക് ബോൺ ഒക്കെ ബാലരമ്യ ചേച്ചിയാണ്. അപ്പൊ ഞങ്ങൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചേച്ചിയുടെ വലിയൊരു എഫേർട്ട് ഉണ്ട്. 4 വർഷം കൊണ്ട് ഞങ്ങൾ കണ്ടിന്യൂസ്ലി ചേച്ചിയുടെ ഒരു കോർഡിനേഷനിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും മുന്നോട്ടേക്ക് പോവാ. ബാക്ക് ബോണും ശക്തമാണ്, കൂടെയുള്ള എല്ലാവരും അടിപൊളിയാണ്. കീപ് ഡാൻസിങ്, കീപ് സ്മൈലിംഗ്. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മനസ്സിലായി. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും. തെക്കേ കരക്കാരും വടക്കേ കരക്കാരുടെയും യുദ്ധം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ചേച്ചി, ഒരു കോമഡി യുദ്ധം കാണുന്നതിന് കുഴപ്പമുണ്ടാവില്ലല്ലോ? കോമഡി യുദ്ധം ഒരു കുഴപ്പമില്ല, അല്ലാതെ എന്റെ മണി പുറത്തു വരും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്.